ഹലോ ഫ്രണ്ട്സ്, ഇതൊരു 2018 മോഡൽ ഹോണ്ട ജാസ് ആണ്. ഇതിൻ്റെ റിയർ ഗ്ലാസ് പൊട്ടിയിട്ട് വന്നതാണ്. ഇത് റീപ്ലേസ്മെൻറ്റ് വന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെ അവൈലബിൾ ആണ്. എല്ലാ വാഹനത്തിൻ്റെയും ഒറിജിനൽ ഗ്ലാസ് അവൈലബിൾ ആണ്. എങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നേരിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്കുകൾ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇത് പൊട്ടിയ ഗ്ലാസിൻ്റെ അവശേഷിപ്പുകളെല്ലാം തന്നെ റിമൂവ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. പുതിയ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ലീക്ക് ഉണ്ടാകാനും നമുക്ക് സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് AIS എന്ന് പറയുന്ന ബ്രാൻഡാണ് ഗ്ലാസ്. പുതിയ ഗ്ലാസ്സാണിത്. ഇത് ജെന്യുവൻ സ്പെയർ തന്നെയാണ്. AISൻ്റെയാണ് ഇത് വരുന്നത്. ഇത് ഡീഫോഗറിൻ്റെ പ്ലഗാണ് കാണുന്നത്. ഡീഫോഗർ ലൈനാണ് കാണുന്നത്, ബ്ലൂ വൺ. ഇത് ഇതിൻ്റെ എല്ലാ ജെന്യുവൻ സ്പെയർ പാർട്സുകൾ മാത്രമാണ് അവൈലബിൾ. നമ്മൾ അത് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായിട്ട് ഒരു കസ്റ്റമർ ചോദിച്ചു, നിങ്ങൾക്ക് ജെന്യുവൻ പാർട്സ് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പം അത് ജെന്യുവൻ പാർട്സ് ആണെന്നും അതെങ്ങനെ ഒട്ടിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഇത് പഴയ സ്റ്റിക്കറാണ്. എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കളയാണ്. പഴയ ഒട്ടിച്ചിരുന്ന ബോണ്ടാണ്. അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ. ഇത് പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓതറൈസ് സർവീസ് സെൻ്ററുകൾ മാത്രമേ ഇതിൻ്റെ ജെന്യുവൻ സ്പെയർ പാർട്സും ഗ്ലാസും ഒക്കെ കിട്ടുമെന്ന് പറയുന്നത്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെൻ്റെ പ്ലഗ് ചെയ്യാനുള്ളതാണ്. ആ ഡീഫോഗറിൻ്റെ പ്ലഗ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഗ്ലാസ്സിൽ തന്നെ വരുന്ന ഡീഫോഗറിൻ്റെ ഫീമെയിൽ സോക്കറ്റാണത്. അകത്ത് പൊട്ടിക്കിടക്കുന്നതൊക്കെ അവശിഷ്ടങ്ങളാണ്. വണ്ടികളുടെ പൊട്ടിയ അവശിഷ്ടങ്ങൾ കിടക്കുന്നതൊക്കെ ഇപ്പോൾ ഗ്ലൂ ചെയ്യണം. അതായത് ഇത് ബീഡിങ് ആണ്. ഇത് ശരിക്കും പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ബീഡിങ് പുതിയത് വെക്കണ്ട. അതുകൊണ്ട് പഴയ ബീഡിങ് തന്നെ ഒട്ടിക്കുന്നത്. കാര്യം ഇതൊരു 5-8 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ആ ഗ്ലാസ് ബീഡിങ് പുതിയ തന്നെ ഒട്ടിക്കണം. ഇപ്പം പഴയ ബീഡിങ് തന്നെ നമ്മൾ ഒട്ടിക്കും. ഇപ്പം അത് ഗ്ലൂ ചെയ്യുന്നു. ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബീഡിങ് ഒട്ടിക്കുന്നതായിരിക്കും. ഈ ബീഡിങ് ഒട്ടിച്ച് ഈ സൈഡിൽ നിന്ന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയും പിന്നെ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. 2 ബീഡിങ് ഒട്ടിക്കുന്നത്. ഇതാണ് ഗ്ലാസ്. ഇതിപ്പോൾ കാണിച്ചത് ഇത് ഒറിജിനൽ തന്നെയാണ്. ഇപ്പോൾ 2 സൈഡിലും ബീഡിങ് ഒട്ടിച്ചിരിക്കുകയാണ്. ഈ ബീഡിങ് ഇപ്പോൾ പുതിയതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇത് ഒരു 5-6 വർഷം 5-6 വർഷം കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴയ ഒട്ടിക്കാൻ പറ്റത്തില്ല, വലിഞ്ഞ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് അകത്ത് സീലൻഡ് ചെയ്യുകയാണ്. ഗ്ലാസ് സീലൻ്റാണ്. ഇത് കൂടിയ സീലൻ്റ് തന്നെയാണ് ഒട്ടിക്കേണ്ടത്. കൂടിയ സീലൻ്റ് ചെയ്തില്ലെങ്കിൽ ലീക്ക് ഉണ്ടാവാനും ഇളകി വരാനും സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, പൊതുവെ നമ്മൾ പുറത്തുള്ള വർക്ക്ഷോപ്പുകളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആകത്തില്ലെന്നും ഓതറൈസ് സർവീസ് സെൻ്ററിൽ മാത്രമേ ഇത് ചെയ്യൂ എന്ന്. കാര്യം അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് മുടക്കാൻ മിക്ക കസ്റ്റമേഴ്സിനും താല്പര്യം ആണ്. എന്ന് വെച്ചാൽ അവരുടെ വിചാരം പുറത്ത് ചെയ്യുന്നത് ശരിയല്ലെന്ന്. പക്ഷേ ഇത് ശരിക്കും ജെന്യുവൻ സ്പെയർ തന്നെ നമുക്ക് അതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇത്രയും തിക്നെസ്സിലാണ് ഗ്ലൂ ചെയ്തിരിക്കുന്നത്. അത്ര തിക്നെസ്സിൽ ചെയ്താൽ മാത്രമേ ലീക്ക് ആവാതെയും പൊടിയും വെള്ളവും ഒന്നും കയറാതിരിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്ര തിക്നെസ് ചെയ്യുന്നത്. ഇത് പ്രൊഫഷണൽ, ഇതായത് ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന പ്രൊഫഷണൽ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഗ്ലാസ് ഒട്ടിക്കുകയാണ്. ഈ ഗ്ലാസും പൊട്ടിയ ഗ്ലാസിൻ്റെ ബ്രാൻഡും പുതിയ ഗ്ലാസിൻ്റെ ബ്രാൻഡും ഞാൻ കാണിച്ചു തരാം. AIS എന്ന് പറയുന്ന ബ്രാൻഡാണ് ഹോണ്ടയ്ക്ക് വരുന്നത്. ഹോണ്ടയ്ക്കുള്ള മിക്ക പ്രീമിയം വണ്ടികൾക്കും അത് വരുന്നുണ്ട്, ആ ബ്രാൻഡ് വരുന്നുണ്ട്. ആ സെയിം ബ്രാൻഡിനാണ് ഇതിനും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് സീലൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഗ്ലാസ് പുതിയ ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ മിനിമം 4 മുതൽ 6 മണിക്കൂർ വരെ വണ്ടി മൂവ് ചെയ്യാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. അത്രയും അതിൻ്റെ ക്യൂറിങ് പീരീഡാണ്. അല്ലെങ്കിൽ ആ ബോണ്ടാവാനുള്ള അതിൻ്റെ സമയത്തിനാണ് അത്രയും ടൈം എടുക്കുന്നത്. ഇതാണ് എൻ്റെ കമ്പനി. ഇത് കമ്പനിയുടെ ബ്രാൻഡ് ഈ ഹോണ്ട ജാസാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നോക്കുക. ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഈ AIS എന്ന് പറയുന്ന ബ്രാൻഡ്. ഈ ഹോണ്ട എന്ന് പറയുന്ന സിമ്പൽ നമുക്ക് കിട്ടത്തില്ല. കാര്യം അത് ചുരണ്ടി കളഞ്ഞിട്ടാണ് തരുന്നത് അവർ കമ്പനി. കാര്യം അത് കേസാവും, അതുകൊണ്ട് മാത്രം. അപ്പോൾ അത് ഒറിജിനൽ സാധനം തന്നെ. ഇപ്പോൾ കാണിച്ചു തരാം. ബാക്കിലെ ഗ്ലാസ്സിലും അത് തന്നെ ആ സെയിം കമ്പനിയിലാണ്. പക്ഷേ ഹോണ്ട എന്നുള്ള ഒരു സിമ്പൽ അതിലില്ല. ഉണ്ടായിരുന്നു, റിമൂവ് ചെയ്ത് കളഞ്ഞു. എങ്കിലും അത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ മാറിയ ഗ്ലാസ്സിൻ്റെ ബ്രാൻഡ് നോക്കൂ. AIS എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഒറിജിനൽ ISI ഇതുള്ളതാണ്. പിന്നെ അതുപോലെ വേണ്ട ഈ പോർഷനിലാണ് ഹോണ്ട എന്നുള്ളത്. അത് ചുരണ്ടി കളഞ്ഞേക്കാണ്. എങ്കിലും അത് സൂക്ഷിച്ച് നോക്കിയാൽ ആ ഹോണ്ടയുടെ കാണാം. അപ്പം ജെന്യുവൻ സ്പെയർ പാർട്സ് എല്ലാം നമുക്ക് ലഭ്യമാണ്. ഏത് വാഹനങ്ങൾ